ഈ കുറുമ്പിയെ ഞാനുണ്ടല്ലോ. പിന്നാമ്പുറത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് കയറിയപ്പമ്മ അകത്തു നിന്ന് ഓടി വരുന്നത് കണ്ടേ. അവളെ ഉറക്കാൻ കിടന്നതാ, ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ അല്ലിയെ നോക്കി വല്ലായ്മയോടെ പറഞ്ഞു. അത് കേൾക്കി അറിയാതെ ചിരിച്ചുപോയി. പാവം ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കള്ളിപ്പെണ്ണ് ഇറങ്ങി വന്നതാണ്. വിവേകേട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആളെ കണ്ടിരുന്നു. സംസാരിച്ച് നിന്നപ്പോഴാണ് മോളിനെയും വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടത്. കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആ മുഖം മാറിയത് മനസ്സിലായി. വിവേകേട്ടനെ നാട് കടത്താൻ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ വീട്ടുകാരും ഒരു കാരണമാണല്ലോ. അവനെപ്പോൾ വന്നു? അമ്മയുടെ സ്വരമൊന്ന് കനപ്പെട്ടിരുന്നു. ഇന്നലെയാണത്രേ, അലസമായി പറഞ്ഞുകൊണ്ട് തുണി വിരിക്കാൻ മുറ്റത്തേക്കിറങ്ങി. ഇനിയും അവിടെ നിന്ന ചോദ്യങ്ങൾ കൂടും. മുറ്റത്ത് തുണി വിരിച്ചിടുമ്പോഴാണ് ആശയുടെ വഴിയിലൂടെ വരുന്നത് കണ്ടത്. കൂടെ രേവതിയുമുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരാം. രേവതിയോടായി യാത്ര പറഞ്ഞോട് മുറ്റത്തേക്ക് നടന്നു വന്നു ആശ. പോകുന്ന വഴിക്ക് തനിക്കൊരു ഉമ്മയും കിട്ടി. മേമയുടെ മാളുട്ടിയെ അകത്തേക്ക് നോക്കി വിളിച്ചു കൂവി ആശ. കേട്ടപാടെ അമ്മയുടെ മടിയിലിരുന്ന് റാഗി വരട്ടിയത് കഴിച്ചുകൊണ്ടിരുന്ന മാളൂട്ടി ഇത്തിരി വീർത്ത വയറും കൊണ്ട് ഉമ്മറത്തേക്ക് ഓടി വന്നു. ആശയുടെ കയ്യിലെ മിഠായി കണ്ടതും പിന്നെ റാഗിയും വേണ്ട അമ്മയെയും വേണ്ട പെണ്ണിന്. ആശയുടെ ഒക്കത്ത് കയറിയിരിപ്പാണ്. അമ്മയുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുന്നുണ്ട് ആശയ്ക്ക്. കൊച്ചു മര്യാദയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നതാ അവളുടെ ഒരു മിഠായി. കയ്യിലെ രാഗിപ്പാത്രം കൊണ്ട് മാളൂട്ടിക്ക് പിന്നാലെ നടന്നു വന്നു അമ്മ. ആ നേരം കൊണ്ട് തുണിയെല്ലാം ഊരിപ്പിഴിഞ്ഞ് അഴയിലിട്ട് അകത്തേക്ക് കയറി. ഇങ്ങ് താമേ, ഞാൻ കൊടുക്കാം. അമ്മയുടെ കയ്യിൽ നിന്ന് റാഗിപ്പാത്രം വാങ്ങി ഒപ്പം ആശയുടെ ഒക്കത്ത് നിന്ന് മാളൂട്ടിയെയും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. പോയി കുളിക്കടി നാറുന്നു. ആശയെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവൾ കൊഞ്ഞനും കുത്തി ബാത്റൂമിലേക്ക് ഓടി. ദാ നോക്കു വാവേ. പൂവുകൾക്ക് ചുറ്റും പറന്ന തുമ്പികളെ കാണിച്ച് എങ്ങനെയൊക്കെയോ 3 സ്പൂണ് റാഗി കൊടുത്തു. ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് കൂടുതൽ പോയില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കാനും വയ്യ. എല്ലാം കൂടെ ചിലപ്പോൾ പോയ വഴിയെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ കുഞ്ഞു വായ കഴുകിക്കൊടുത്ത് ഉടുപ്പ് മൂരിക്കൊടുത്ത് മുറ്റത്തേക്ക് കളിക്കാൻ വിട്ടു. കുഞ്ഞിപ്പെണ്ണ് മുറ്റത്തൂടെ നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഓടിക്കളിക്കുവാണ്. ബാക്കിയുണ്ടായിരുന്ന റാഗി വായിലേക്കാക്കി ഒഴിഞ്ഞ പാത്രവും കൊണ്ട് അകത്തേക്ക് നടന്നു. അമ്മ കട്ടൻ ചായ പാത്രത്തിലേക്ക് ഒഴിച്ച് മധുരമിടുകയാണ്. കൂടെ കഴിക്കാൻ കായ വറുത്തതുമുണ്ട്. രണ്ടും കൂടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോഴേക്കും ആശ കുളി കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അവൾ മേശമേലിരുന്നൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. ഡി, എന്തേലും കഴിച്ചിട്ട് പോടി. അമ്മ വിളിച്ചു പറയുന്നത് കേൾക്കാതെ അവൾ ഗേറ്റിൻ്റെ അരികിൽ വന്ന് രേവതിക്കൊപ്പം ഇറങ്ങി ഓടി. നീ കണ്ടില്ലേ, എന്നും ഇത് തന്നെ അവസ്ഥ. അമ്മ നിശ്വാസത്തോടെ അവളെ നോക്കി. അല്ലിയൊന്ന് ചിരിച്ചു. അവൾ ഈ വീടിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. തനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ഉള്ളിൽ കുത്തലുണ്ട്. നീ വന്ന് ചായ എടുത്ത് കുടിക്ക്. അമ്മ പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രം വലിച്ചു കുടിച്ച് അകത്തേക്ക് കയറിപ്പോയി. എന്തേലും കഴിക്കടി, അവളുടെ ബാക്കിയാണ് നീയും. അമ്മ പരാതി പോലെ പറയുന്നുണ്ട്. വിശപ്പില്ലമ്മ. അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്നു. ബെഡ് വിരിച്ചിടാനായി വന്നു. മാളൂട്ടി മുറി കളിച്ചാകെ ഒരു വഴിയാക്കിയിട്ടുണ്ട്. ബെഡ്ഷീറ്റ് എല്ലാം നിലത്ത് കിടക്കുന്നു. എല്ലാം എടുത്ത് ഒതുക്കി വിരിച്ചിട്ടു. അപ്പോഴാണ് മേശമേലിരിക്കുന്ന ഫോൺ ലൈറ്റ് കത്തുന്നത് ശ്രദ്ധിക്കുന്നത്. അവൾ സംശയത്തോടെ ഫോൺ എടുത്ത് നോക്കി. മനുവേട്ടൻ്റെ ഒരുപാട് മിസ് കോളുകളുണ്ട്. ഇന്നലത്തെ തൊട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു രാവിലെ തങ്ങളെ കാണാൻ വന്നത്. അവളത് ഗൗനിക്കാതെ വാട്സപ്പ് തുറന്നു. ആദ്യം തന്നെ മനുവേട്ടൻ്റെ ചാറ്റാണ് വന്ന് കിടക്കുന്നത്. ഒരുപാട് വോയിസ് മെസ്സേജുകളാണ്. അത് തുറന്നു നോക്കിയില്ല. താഴെ വേറെയും ഒരുപാട് ചാറ്റുകൾ കിടക്കുന്നു. അതിലൊന്നാണ് കണ്ണിൽ പെട്ടെന്നുടക്കിയത്. അറിയാത്ത നമ്പർ. പക്ഷെ ആ വാട്സപ്പ് DP ഒരു പെൺകുട്ടി, അവളുടെ കൂടെ മനുവേട്ടനും. നെഞ്ചൊന്നാളി. ആരാണതെന്ന് അറിയാനായി തുറന്നു നോക്കി. ആര്യാണ്. ഹായ് അല്ലി. ആദ്യത്തെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്നറിയില്ല. എനിക്ക് അല്ലിയോട് അല്പം സംസാരിക്കണം. അടുത്ത മെസ്സേജ് കണ്ടപ്പോൾ സകല നിയന്ത്രണവും വിട്ടു. അവളുടെ ചാറ്റ് ബാക്കിയടിച്ച് നേരം രണ്ടും കൽപ്പിച്ച് മനുവേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. നാളെ എന്തായാലും ഓഫീസിൽ ഞാനുണ്ടാകും സർ. മനു റൂമിലെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ വിയർത്തു. ഓഫീസ് ഹെഡാണ് വിളിച്ചിരിക്കുന്നത്. ഇനിയും ലീവ് എടുക്കുകയാണെങ്കിൽ ജോലി റിസൈൻ ചെയ്യേണ്ടി വരുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആളെ പറഞ്ഞിട്ടും കാര്യമില്ല. മുകളിലേക്ക് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. ആൾക്ക് തന്നോടൊരു താല്പര്യമുള്ളത് ഓഫീസിലെ പലർക്കും ഇഷ്ടമല്ല.
അതുകൊണ്ട് തന്നെ താൻ ഇത്ര ദിവസം ലീവ് എടുക്കുന്നത് ഇനിയും ആൾക്ക് സപ്പോർട്ടീവ് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സാർ നല്ല കലിപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ആളോട് വിളിച്ച് സംസാരിക്കേണ്ടി വന്നു. ഈ സമയം അത്രയും മറ്റൊരു നമ്പർ തനിക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഫോണിൽ നോക്കുമ്പോൾ അത് അല്ലയാണ് എന്ന് മനസ്സിലായി. പക്ഷെ തിരിച്ചു വിളിക്കാൻ പറ്റാത്ത സാഹചര്യം. എങ്കിൽ ശരി മനു, നാളെ ഓഫീസിലേക്ക് വരൂ. ഒടുവിൽ സാറൊന്ന് മയപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അത് കേട്ടപ്പോഴാണ് മനുവിനും ഒരു ആശ്വാസമായത്. അവൻ ഫോൺ കട്ട് ചെയ്ത് നേരെ അല്ലിയുടെ നമ്പറിലേക്ക് നോക്കി. 10 മിസ്ഡ് കോളുകൾ. ഇത്രമാത്രം എന്തിനാണ് അവൾ വിളിച്ചിരിക്കുന്നത്? മനുവിന് ഒരേ സമയം സന്തോഷവും ഒപ്പം വല്ലാത്ത സംശയവും തോന്നി. ഇനി മോള് തന്നെ കാണണമെന്ന് പറഞ്ഞു കാണുമോ? അവൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളും നിറഞ്ഞു. അവൻ അവളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവളുടെ ഫോൺ അവനെ തേടിയെത്തി. എന്നെ നിയമപരമായി ഒഴിവാക്കിയിട്ട് പോരെ ഇതൊക്കെ? ഫോൺ എടുത്ത പാടെ അല്ലിയുടെ അലർച്ച പോലെയുള്ള വാക്കുകളാണ് കേട്ടത്. മനു ഒന്നും മനസ്സിലാവാതെ പുരികം ചൊളിച്ചു. നീ ഇതെന്തൊക്കെയാ അല്ലി പറയുന്നത്? മനുവിൻ്റെ ശബ്ദവും കനപ്പെട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് ഇത്ര നേരം വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യവും അവൾ പറയുന്നതെന്ന് തോന്നിയത്. ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് അല്ലി, മനു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. കളവ് പറയാൻ വല്ലാത്ത മിടുക്ക് തന്നെയാ നിങ്ങൾക്ക്. അല്ലി പെറുപിറുത്തു. മനു ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. അല്ലിയോട് ഇനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നറിയാം. അതാണ് സത്യത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണവും. വർഷങ്ങൾക്ക് ശേഷം ആര്യ നാട്ടിലേക്ക് വന്നത് മറച്ചു പിടിച്ചതും അതുതന്നെയാണ്. അല്ലിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ അമ്മയെയും മൈഥിലിയെയും പറ്റി പരാതി പറയുമ്പോൾ കേൾക്കുന്നതാണ്. കൂടെ ആര്യയുമായി നിങ്ങൾക്കിപ്പോഴും അരുതാത്ത ബന്ധമുണ്ടോ എന്ന ചോദ്യം. എത്രയില്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അന്നൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് അവൾ അതെല്ലാം തൻ്റെ തീർക്കുന്നതാണെന്ന് കരുതി വിട്ടുകളഞ്ഞു. ഒന്നും വലിയ കാര്യമാക്കിയില്ല. പലതും കണ്ടില്ലെന്ന് നടിച്ചതിനും കാരണമുണ്ട്. ഈ വീട് അമ്മയുടെ പേരിലാണ്. അത് പലപ്പോഴും അമ്മ പറയാറുണ്ട്. അമ്മയുടെ പേരിലുള്ള വീട്ടിൽ ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴിറങ്ങാമെന്ന്. ഓഫീസിലെ ജോലിയുടെ കാര്യം കഷ്ടമാണ്. താൽക്കാലിക നിയമനത്തിലാണ് ആ ജോലിയിൽ കയറി പറ്റിയത്. ഉള്ള ഒരു ലോൺ എടുത്താണ് അല്ലി അറിയാതെ സ്ഥലം വാങ്ങിച്ചത്. അതിലൊരു വീട് എത്രയും പെട്ടെന്ന് വെച്ചിവിടെ ഇവിടെ നിന്ന് മാറണമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നതും. അതുവരെ ഒന്ന് ക്ഷമിക്കുകയെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ആ സാവകാശം പോലും അവൾ എനിക്ക് തന്നില്ല. അതിനിടക്കാണ് ആര്യ നാട്ടിലേക്ക് വന്നത്. ആര്യ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അവൾ നാട്ടിൽ അല്ലറ ചില്ലറ ആളുകൾക്ക് പലിശ പണം കൊടുത്തിരുന്നു. ഒരു ഏജന്റ് വഴിയാണ് അവർക്ക് പണം കൊടുത്തിരുന്നതും. പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ഏജന്റ് പണം കൊണ്ട് മുങ്ങി. അയാളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് അന്ന് തൻ്റെ സഹായം ചോദിച്ചു വന്നത്. ആ വാർത്ത തനിക്ക് ആദ്യമായിരുന്നു. അവളെങ്ങനെ പെട്ടെന്ന് പണക്കാരിയായി എന്നതിനുള്ള ഉത്തരവും തനിക്കന്നാണ് ലഭിച്ചത്. ജീവിക്കാൻ പഠിച്ചവളാണ് ആര്യ. നന്നായി തൻ്റെ ജീവിതത്തിലേക്ക് വരാഞ്ഞത് എന്നപ്പോൾ തോന്നി. പക്ഷേ ആര്യയെ കണ്ട കാര്യം വീട്ടിൽ അല്ലിയോട് പറയാൻ മടിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഒരു പ്രശ്നത്തിന് വയ്യാത്തത് കൊണ്ട്. പക്ഷേ അല്ലി ഒരിക്കലും ഡിവോഴ്സ് ആവശ്യപ്പെടുമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. അല്ലി ഒച്ചയെടുത്തപ്പോഴാണ് താൻ പല കാര്യങ്ങളും ഓർത്ത് നിൽക്കുവാണെന്ന് അവൻ ഓർത്തത്. നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുകയോ വിവാഹം കഴിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ മനുവേട്ട. പക്ഷെ അതിൽ എന്നെ ഉൾപ്പെടുത്തരുത്. അല്ലിയുടെ സ്വരം വിറച്ചു. അവൾ രോക്ഷം കൊള്ളുന്നത് കേട്ടപ്പോൾ മനുവിൻ്റെ നിയന്ത്രണവും വിട്ടു. നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. മനു തിരിച്ചു ഒച്ചയെടുത്തു. എന്തിനാണ് നിങ്ങൾ സ്നേഹിക്കുന്നവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ലിയുടെ 2 കണ്ണുകളും വാശിയോടെ ഒഴുകിയിറങ്ങി. മുറിയിൽ നിന്ന് അല്ലിയുടെ ശബ്ദം കേൾക്കി അമ്മ വന്ന് മുറിയിൽ പാളി നോക്കി. അല്ലി കരയുന്നത് കാണി അവർ ഓടി വന്നവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. മാളൂട്ടിയും അമ്മയുടെ ഭാവം കാണെ പേടിച്ച് കരയുകയാണ്. ആരുടെ കാര്യമാണ് നീ പറയുന്നത് അല്ലി? മനുഷ്യൻ്റെ ക്ഷമ നീ നശിപ്പിക്കരുത്. മനു മുഷ്ടി ചുരുട്ടി. അല്ലെങ്കിൽ തല പെരുത്ത് നിൽക്കുകയാണ്. താൻ സ്നേഹിക്കുന്നവൾ പോലും ഏതവളാണവൾ? ഇവൾക്കറിയില്ലേ ഞാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന്? മനു ദേഷ്യം കൊണ്ട് വിറച്ചു. ആര്യ അവൾക്കെന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലി മുഖം പൊത്തി കരഞ്ഞു. ആര്യ കാണണമെന്ന് പറഞ്ഞതല്ല, മറിച്ച് അവളുടെ വാട്സപ്പ് ഫോട്ടോ. അതാണ് അല്ലിയെ തകർത്തതെന്ന് മനുവിന് അറിയില്ല. മനു ആശ്വാസത്തോടെ നെഞ്ചു തടവി. ആര്യ തങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാൻ കാണണമെന്ന് പറഞ്ഞതാവും. അന്ന് താൻ വിഷമം അവൾ നന്നായി കണ്ടതാണ്.
മനുവിൻ്റെ ദേഷ്യമൊന്ന് മയപ്പെട്ടു. എന്നാൽ ഇപ്പുറം അല്ലിക്ക് നല്ല ദേഷ്യമാണെന്നും അത് ആരെയും കണ്ട് സംസാരിക്കും വരെ ഉണ്ടാവൂ എന്നും മനു വിശ്വസിച്ചു. എനിക്കാരെയും കണ്ട് സംസാരിക്കേണ്ട, അത് നിങ്ങളുടെ കാമുകിയോട് പറഞ്ഞോളൂ. അല്ലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ പല്ല് ഞെരിച്ചു. അല്ലി, നീ എടുത്തു ചാടല്ലേ. ഒരിക്കൽ സ്നേഹിച്ചു എന്നത് സത്യമാണ്, അല്ലാതെ ഇപ്പോൾ അവൾ എൻ്റെ മനസ്സിലില്ല. നമ്മുടെ മോളാണ് സത്യം. മനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. പാതിയുടെ വിശ്വാസം പോയി മറഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്താണ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഉഴറി മനു. എൻ്റെ മോളെ തൊട്ട് സത്യം വേണ്ട, ഒന്ന് ഞാൻ പറയാം. അവൾ എന്നെ കാണാൻ വന്ന ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. അല്ലിയാണ് പറയുന്നത്, പറഞ്ഞോളൂ നിങ്ങളുടെ ആര്യയോട്. അത്രയും പറഞ്ഞുകൊണ്ട് അല്ലി ഫോൺ കട്ട് ചെയ്തു. മനു അവൾ കട്ട് ചെയ്ത ഫോൺ മാറ്റിവെച്ച് തലയിൽ കൈവച്ച് കുനിഞ്ഞിരുന്നു. തൻ്റെ ജീവിതം വീണ്ടും ആഴത്തിലേക്ക് താണു പോകുന്നത് അറിയാതെ. പറഞ്ഞു തീർന്നത് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞു അല്ലി. അപ്പോഴും ശരീരമാകെ രോക്ഷം കൊണ്ട് വിറച്ചു. എത്ര ധൈര്യമുണ്ടായിട്ടാണ് അവൾ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ. മനസ്സിൽ ആദ്യം അങ്ങനെയാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ മാറ്റി ചിന്തിച്ചു. തന്നെ ഡിവോഴ്സ് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോരെ രണ്ടാൾക്കും ഈ തോന്നിവാസം. അവൾ തകർച്ചയോടെ ബെഡിലേക്ക് അമർന്നിരുന്നു. കൈകൾ പരതി വീണ്ടും ആ ഫോൺ എടുത്ത് നോക്കി. ആര്യയുടെ പ്രൊഫൈൽ തുറന്ന് മനുവിനെ സൂം ചെയ്തു. ഈ അടുത്തെടുത്ത ഫോട്ടോ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. താൻ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് മനുവേട്ടൻ ഇട്ടിരിക്കുന്നത്. അവൾക്ക് എല്ലാവരോടും വല്ലാത്ത ദേഷ്യം തോന്നി. തന്നെ ചതിക്കുകയാണ് എല്ലാവരും ചേർന്ന്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പൊട്ടിയൊളിക്കുന്ന കണ്ണുനീർ തുടക്കാതെ അവൾ ആ ബെഡിലേക്ക് വീണു. നീ അറിഞ്ഞോ? രേവതി ഇടം കണ്ണിട്ട് ആശയെ നോക്കി. അവൾ കയ്യിലെ ചിലങ്ക ഒന്നുകൂടെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇല്ല, അറിഞ്ഞില്ല. എന്താ കാര്യം? ആശ തിരിഞ്ഞ് രേവതിയെ നോക്കി. വിവേകേട്ടൻ വന്നിട്ടുണ്ട് നാട്ടിലേക്ക്. രേവതി പറയുന്നത് കേട്ടപ്പോൾ ആശയുടെ മുഖമൊന്ന് വല്ലാതെയായി. പക്ഷേ അതവൾ പുറത്ത് കാണിക്കാതെ രേവതിയെ നോക്കി. നിന്നോട് ആരാ പറഞ്ഞത്? ആശ രേവതിയെ ചൂഴ്ന്നു നോക്കി. ഇരുവരും അപ്പോഴേക്കും അമ്പലക്കടവ് കഴിഞ്ഞ് വീടിനോട് ചേർന്നുള്ള ഇടവഴിയിലേക്ക് കയറിയിരുന്നു. ഞാൻ കണ്ടു, രാവിലെ കവലയിലേക്ക് പാല് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ആ കേളപ്പൻ്റെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രേവതി പറയുന്നതിന് പതിയെ മൂളുക മാത്രം ചെയ്തു ആശ. ചേച്ചിയുടെ കല്യാണത്തിന് ഒരാഴ്ച മുൻപാണ് വിവേകേട്ടനെ അവസാനമായി കണ്ടത്. അന്ന് ചേച്ചിയും വിവേകേട്ടനും ഉണ്ടായിരുന്ന വേദന ആശയുടെ മുഖം വല്ലാതെയായി. ഒരുപക്ഷെ അതുകൊണ്ടാവാം വിച്ചുവേട്ടൻ ഇത്രയും കാലം പിന്നാലെ നടന്നിട്ടും തിരിച്ചൊരു മറുപടി തനിക്ക് നൽകാൻ കഴിയാത്തത്. നാളെ വേദനിക്കാൻ വയ്യ. ആശ ഓരോന്ന് ചിന്തിച്ച് നടക്കുമ്പോഴേക്കും വീടിൻ്റെ ഗേറ്റ് എത്തിയിരുന്നു. ശരി, നാളെ നമുക്ക് കാണാം രേവു. രേവതിയോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് നടക്കുമ്പോൾ ഉമ്മറത്തെ പടിക്കെട്ടിൽ കുറച്ച് ചെരുപ്പുകൾ കിടന്നിരുന്നു. ആശ സംശയത്തോടെ അകത്തേക്ക് കണ്ണുപാളി നോക്കി. അമ്പല കമ്മിറ്റിക്കാരാണ്. കൂട്ടത്തിൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും ഇരിപ്പുണ്ട്. ഒപ്പം വിച്ചേട്ടനും. ആളും അമ്പല കമ്മിറ്റിയിൽ ഉള്ളതാണല്ലോ. താൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ അവർക്ക് ചായ കൊടുക്കുകയാണ്. അല്ലിയേച്ചി കുഞ്ഞിനെയും എടുത്ത് മാറി നിൽക്കുന്നു. ആ, ആശമോളോ? ഡാൻസ് കഴിഞ്ഞുള്ള വരവായിരിക്കും. സെക്രട്ടറി തന്നെ നോക്കി ചോദിച്ചു. ആളെ നോക്കി അതേന്ന് തലയാട്ടി ചിരിക്കുന്നതിനോടൊപ്പം വിച്ചേട്ടനെ ഒന്ന് നോക്കാൻ മറന്നില്ല. എവിടെ? ആള് കണ്ട ഭാവം നടിക്കുന്നില്ല. ഇക്കൊല്ലത്തെ തൃക്കാർത്തിക നമുക്ക് പൊളിപ്പിക്കണം ആശമോളെ. ഡാൻസും പാട്ടുമായിട്ട് ചുങ്കത്ര കണ്ട ഏറ്റവും വലിയ ഉത്സവം തന്നെയാവണം. സെക്രട്ടറി കാര്യമായി പറഞ്ഞപ്പോൾ തലയാട്ടി. അപ്പോഴും വിച്ചേട്ടൻ കൊണ്ടുവന്ന പരസ്യ പേപ്പർ തന്നെ നോക്കിയിരിക്കുന്നു. ഇങ്ങേർക്കെന്താ ഇതിന് മാത്രം അതിൽ നോക്കിയിരിക്കാനുള്ളത്? മനസ്സിലോർത്ത് മുഖം കോട്ടിക്കൊണ്ട് അല്ലിയേച്ചിയുടെ കയ്യിൽ നിന്ന് മാളൂട്ടിയെ വാരിയെടുത്ത് അകത്തേക്ക് നടന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ പറഞ്ഞ പോലെ ഇക്കൊല്ലത്തെ ഉത്സവം പൊലിപ്പിക്കണം. നാട്ടുകാർ കൂടെ ഉണ്ടായാലേ അതിന് കഴിയുകയുള്ളൂ. എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കും വഴി ഒന്നുകൂടെ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. അല്ലിയുടെ അമ്മ അതിന് പുഞ്ചിരിയോടെ മൂളിക്കൊടുത്തു. അല്ലിയും അവർ ഇറങ്ങുന്നത് കാണി പതിയെ ആശയ്ക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു. നിന്റെ അമ്മ നിനക്കൊന്നും തിന്നാൻ തന്നില്ലടി മാളൂട്ടിയെ. മേശമേൽ കുഞ്ഞിനെ ഇരുത്തി കുഞ്ഞിക്കുമ്പയിൽ പതിയെ തലോടിക്കൊണ്ട് ആശ ചോദിച്ചു. മാളൂട്ടി അതിന് ഇല്ലെന്ന് തലയാട്ടി. ആശ കണ്ണു ചുരുക്കി കള്ളനോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിക്കൈ പൊത്തി മാളൂട്ടി കുണുങ്ങി ചിരിച്ചു. എടി കള്ളിപ്പെണ്ണേ, വെറുതെ പറയല്ലേ. ആശ അവളെ ഇക്കിളിയാക്കി. മാളൂട്ടി പൊട്ടിച്ചിരിച്ചു. കണ്ടുകൊണ്ടാണ് അല്ലി അകത്തേക്ക് കയറി വന്നത്. പോയി കയ്യും മുഖവും കഴുകി വാ ആശയെ. വിളക്ക് വെക്കണ്ടേ? അല്ലി ഗൗരവത്തിൽ ആശയെ നോക്കി. ഓ പിന്നെ, വന്നല്ലേ ഉള്ളൂ ഞാൻ, ഇപ്പൊ പോവാം. ആശ അത് കേൾക്കെ മുഖം കൂർപ്പിച്ചു. അല്ലി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നിന്റെ അമ്മയ്ക്ക് എന്താടി ഒരു ഗൗരവം?
മാളൂട്ടിയെ നോക്കിക്കൊണ്ട് സൗകര്യം പോലെ ആശ ചിരിച്ചു. അപ്പം വന്നല്ലോ, അപ്പോൾ കൊണ്ടുവന്നതായത്. മാളൂട്ടി പെട്ടെന്ന് അവളുടെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് കിൻഡർ ജോയ്ക്കൊപ്പം കിട്ടുന്ന കുഞ്ഞി കളിക്കുന്ന കളിപ്പാട്ടങ്ങളും കാണിച്ചു കൊടുത്തു. ഓ, അപ്പം അതാണ് കാര്യം. ആശ കളിപ്പാട്ടം കയ്യിൽ പിടിച്ചുകൊണ്ട് മനസ്സിലായെന്ന മട്ടിൽ പറഞ്ഞു. ശേഷം കുഞ്ഞിനെ കട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. മാളൂട്ടി ഇവിടെ നിന്ന് കളിക്കൂട്ടോ, മേമ പെട്ടെന്ന് വരാവേ. കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് നേരെ അടുക്കളയിലേക്ക് നടന്നു. എന്താടി ചേച്ചി, നിന്റെ മുഖത്ത് വല്ല കടുന്നലും കുത്തിയോ? ആശ ചെന്ന് നോക്കുമ്പോൾ പിന്നിലെ അടുക്കള വാതിലിൻ്റെ തിണ്ടയിലിരുന്ന് എന്തോ ആലോചനയിലിരിക്കുകയാണ് അല്ലി. ആശയുടെ ശബ്ദം കേൾക്കെ ഏതോ ഓർമ്മയിൽ നിന്ന് അവൾ ഉണർന്നു. അല്ലിയുടെ കണ്ണുകളാകെ നിറഞ്ഞിരുന്നു. മനുവേട്ടൻ ഇന്ന് വന്നിരുന്നു അല്ലേ? ആശയും അവളുടെ അരികിൽ ചെന്നിരുന്നു. അടുക്കളയിലേക്ക് വന്ന അമ്മയും ആശയും അല്ലിയും സംസാരിക്കുന്നത് കാണി അവിടെ തന്നെ ഒരു നിമിഷം നിന്നു. ശേഷം തിരിഞ്ഞു മുറിയിലേക്ക് പോയി. അവർ സംസാരിക്കട്ടെ, അല്ലിക്കിപ്പോൾ ഒരു കേൾവിക്കാരിയെ ആവശ്യമാണ്. അത് ഒരിക്കലും തന്നോട് മുഴുവനായും പറയില്ല. അമ്മമാരോടെല്ലാം പറയുന്നതിനൊരു പരിധി ഉണ്ടാവും. പക്ഷേ ആശ അങ്ങനെയല്ല. പണ്ട് തൊട്ട് അല്ലിയുടെ കൂട്ടുകാരി കൂടെയാണവൾ. അതുകൊണ്ട് തന്നെ ആശയോട് അവളെല്ലാം തുറന്നു പറയട്ടെ. ഒരു ബന്ധം മറുത്തു മുറിക്കാൻ എളുപ്പമാണ്, കൂട്ടിയോജിപ്പിക്കാനാണ് പാട്. അമ്മ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മുറിയിലിരുന്ന് കളിക്കുന്ന മോളെയും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. മനുവേട്ടൻ ഇങ്ങനെ പിന്നാലെ വന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾക്ക് ചേച്ചിയില്ലാതെ പറ്റാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളു പ്രശ്നം ചേച്ചി. ആശ വിങ്ങിപ്പൊട്ടുന്ന അല്ലിയുടെ തോളിൽ അമർത്തി പിടിച്ചു. എനിക്കെന്നെ വയ്യ മോളെ ആ വീട്ടിൽ. അവിടെ നിന്ന് ഞാനൊരു ഭ്രാന്തിയായി പോകും. മനുവേട്ടൻ ആളുടെ അമ്മയും അനിയത്തിയും കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം അത് മാത്രമല്ല, പുതിയ ബന്ധങ്ങളുമുണ്ട്. അല്ലിയുടെ ശബ്ദം നേർത്തുപോയി. ആശയുടെ കണ്ണുകൾ ചുരുങ്ങി. ബന്ധങ്ങൾ? ആശ സംശയത്തോടെ അല്ലിയുടെ മുഖത്തേക്ക് നോക്കി. ആശയുടെ നോട്ടം കാണി അവൾ കയ്യിലെ ഫോൺ തുറന്ന് അതിലെ ആര്യയുടെ വാട്സപ്പ് ഫോട്ടോ എടുത്ത് ആ ഫോൺ ആശയ്ക്ക് നേരെ നീട്ടി. ആശ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കി. അവളുടെ മുഖവും വലിഞ്ഞു മുറുകി. ഞാനും എൻ്റെ മോളും ഇവർക്കിടയിലേക്ക് ഇനി പോകണോ മോളെ? നീ തന്നെ പറയ്. അല്ലിയുടെ ശബ്ദം രോക്ഷം കൊണ്ട് വിറച്ചു. ആശയുടെ മുഖവും ചുവന്നുപോയി. മനുവേട്ടനും ചേച്ചിയും തമ്മിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവൾക്ക് മനുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. അതേസമയം തന്നെ അല്ലിയുടെ ഫോണിലേക്ക് ആര്യയുടെ കോള് വന്നു. ആശ പകപ്പോട് അല്ലിയെ നോക്കി. തൻ്റെ കയ്യിലെ ഫോൺ അല്ലിക്ക് നേരെ നീട്ടി. ആര്യയുടെ പേര് കണ്ടതും അല്ലിയുടെ കണ്ണുകൾ വീണ്ടും ചുവന്നു. അവൾ ആ കോള് കട്ട് ചെയ്തു. അല്ലി മുട്ടിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. ആശയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പോയവൾ. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആശ പതിയെ എഴുന്നേറ്റു.